പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആശാപൂർണാദേവിയുടെ മാച്ച് ബോക്സിലെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൊമിതയുടെ അമ്മയുടെ കത്ത് അജിത്ത് അവളറിയാതെ പൊട്ടിച്ചു വായിച്ചതുകൊണ്ട് നൊമിതയ്ക്ക് തൻ്റെ ഭർത്താവിനോടുള്ള രോഷം അടങ്ങാതെ നിൽക്കുകയും അത് അവളുടെ സാരിത്തുമ്പ് കത്തിക്കുന്നതിലെത്തി നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ആ കത്തുന്ന തീയെ അജിത്ത് കെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. കൈകൾ കൊണ്ട് അടിച്ചിട്ട് കെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അജിത്തിന് ചെറിയൊരു പേടിയൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത്, സത്യം പറയാലോ, നൗ ഹീസ് എ ലിറ്റിൽ അഫ്രൈഡ്. ഇപ്പോൾ അവന് കുറച്ചെന്ത് ചെയ്തിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട്. He looks fearfully at Nomida's face. അവൻ പേടിയോടെ നൊമിതയുടെ മുഖത്തേക്ക് നോക്കുന്നു. Sees a fire burning. അവിടെ ഒരു തീ കത്തുന്നതായിട്ട് തോന്നുന്നു. ബേണിംഗ് ദർ, അവിടെ ഒരു തീ കത്തുന്നതായിട്ട് തോന്നുന്നു. കാണുന്നു. ബ്രൈറ്റ്, നല്ല ബ്രൈറ്റുള്ള, അതായത് അവളുടെ മുഖത്ത് അത്രമാത്രം രോഷമുണ്ട് എന്നർത്ഥം. ബ്രൈറ്റ്, നല്ല കത്തിജ്വലിക്കുന്ന, ബ്ലൈസിങ് എന്ന് പറഞ്ഞാലും കത്തിജ്വലിക്കുന്ന, റെഡ്, നല്ല കത്തിജ്വലിക്കുന്ന ചുവന്ന ഒരു തീ കത്തുന്നതായിട്ട് അവിടെ അവളുടെ മുഖത്ത് അജിത്ത് കാണുന്നു. He doesn't have the courage to put out that fire by slapping it between his hands. അവൻ്റെ കൈകൾക്കിടയിലൂടെ അതിനടിച്ചുകൊണ്ട് ആ തീ കെടുത്താനുള്ള ധൈര്യമൊന്നും അജിത്തിനില്ല. He doesn't have the courage. അജിത്തിന് കരേജ് ഇല്ല, ധൈര്യമില്ല. To put out that fire, ആ ഒരു തീ കെടുത്താൻ, by slapping it, ആ തീ ഇങ്ങനെ അടിച്ചുകൊണ്ട് between his hands, അവൻ്റെ കൈകൾക്കിടയിലൂടെ. So he tries to pour water on it. അതിന് മേലാ തീ കത്തിയ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നു. With a great difficulty, വളരെ ബുദ്ധിമുട്ടോടുകൂടെ he attempts to speak normally. അവൻ വളരെ നോർമലായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. You lose all common sense when you get angry. പെണ്ണെ, നിനക്ക് ദേഷ്യപ്പെടുമ്പോൾ എല്ലാ കോമൺ സെൻസും നഷ്ടപ്പെടുകയാണോ? ഡോണ്ട് യു? അങ്ങനെ തന്നെ ഇല്ലേ ജി? എ വുമൺ, ഒരു പെണ്ണാണ് പോലും. ആൻഡ് സച്ച് ആങ്കർ, എന്നിട്ട് ഇങ്ങനത്തെ ദേഷ്യവും. ഹൂ നോസ്, ആർക്കറിയാം വാട്ട് നൊമിത വുഡ് ഹാവ് സെഡ് നെക്സ്റ്റ്. പിന്നെ എന്താണ് നൊമിത പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ആർക്കറിയാം? ബട്ട് റൈറ്റ് തന്നെ, അപ്പം തന്നെ ഹെർ നീസ് എന്ന് പറഞ്ഞാൽ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകൾ, അല്ലെങ്കിൽ ബ്രദറില്ലയുടെയോ അല്ലെങ്കിൽ സിസ്റ്ററില്ലയുടെയോ മകൾ, ഡോട്ടർ, അതിനാണ് നീസ് എന്ന് പറയാം. ഇവിടെ ഹെർ നീസ് എന്ന് പറഞ്ഞത്, അതായത് നൊമിതയുടെ നീസ് എന്ന് പറഞ്ഞത്, അതായത് അവളുടെ ബ്രദർ ഇല്ലയുടെ മകൾ, അതായത് അവളുടെ ഭർത്താവിൻ്റെ സഹോദരന്മാരിലെ ഒരാളുടെ മകൾ, അതാണ് നീസ് കൊണ്ട് ഉദ്ദേശിച്ചത്. റിനി സ്റ്റെപ്സ് ഇൻ ദ റൂം. ആ സമയത്ത് റിനി എന്ത് ചെയ്യുന്നു, റൂമിലേക്ക് കടന്നു വരുന്നു. നീസ് എന്ന് പറഞ്ഞാൽ ഡോട്ടർ ഓഫ് ബ്രദർ, അവർ സിസ്റ്റർ, അവർ ഡോട്ടർ ഓഫ് ബ്രദർ ഇല്ലോ, അവർ സിസ്റ്റർ ഇല്ലോ, ആണ് നീസ്. ഇതിലെല്ലാവരുടെയും മകൾക്ക് നീസ് എന്ന് പറയാം. ഇമീഡിയറ്റ്ലി, പെട്ടെന്ന് ഷീ സേസ്, അവൾ പറയുന്നു. പിയേഴ്സിംഗ്ലി, വളരെ രൂക്ഷമായി പറയുന്നു. പിയേഴ്സിംഗ്ലി എന്ന് പറഞ്ഞാൽ വളരെ ഹൈയായി, ലൗഡായിട്ട്, എന്നാൽ കേൾക്കാൻ രസമില്ലാത്ത സൗണ്ടിൽ, അൺപ്ലസൻ്റായ സൗണ്ടിൽ ഒച്ചത്ത് പറയുന്നതിനാണ് എന്താ പറയുക, പിയേഴ്സിംഗ്ലി എന്ന് പറയാം. എന്ത്? സോ ഹൂരിമ എന്ന് വിളിക്കണത് ബംഗാളി ഭാഷയാണ്. അതായത് നൊമിതാനെ നീസ് വിളിക്കാണ്. എന്താ വിളിക്കുന്നത്? ഹൂരിമ എന്ന് പറഞ്ഞാൽ ഫാദേഴ്സ് യങ്ങർ ബ്രദർ വൈഫ്, അതായത് അവളുടെ അച്ഛൻ്റെ ചെറിയ സഹോദരൻ്റെ ഭാര്യ, അതാണ് ഹൂരിമ. അപ്പോൾ ഹൂരിമ എന്ന് വിളിക്കാണ്, അച്ഛൻ്റെ ചെറിയ സഹോദരൻ്റെ ഭാര്യനെ വിളിക്കാണ്. ബംഗാളി ഭാഷയിൽ വിളിക്കുന്നതാണ് ഹുരിമ. ഹൗ മച്ച് ലോങ്ങർ ഡസ് ദ വാഷർമാൻ ഹാവ് ടു വെയിറ്റ്? എത്ര നേരമാണ് വാഷർമാൻ വെയിറ്റ് ചെയ്യുന്നത്? ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗിവ് ഹിം എനി ഓഫ് യുവർ ക്ലോത്ത്സ്, നീ കുറച്ച് ക്ലോസുകളൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇഫ് യു ഡോണ്ട് വാണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ടു ഗിവ് ഹിം, അവൻക്ക് എനി ഓഫ് യുവർ ക്ലോസ്, ഒരു വസ്ത്രം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ടെൽ ഹിം ദാറ്റ്, അതെങ്കിലും അവനോട് പറയും. കുറേ നേരമായി അവിടെ നിൽക്കണേ. ഫോർ എ സെക്കൻഡ് ഓർ ടു, 1-2 സെക്കൻഡ് നൊമിത സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. പെർഹാപ്സ് റീകാളിങ് ദ വാഷർമാൻസ് ഫേസ്. പെർഹാപ്സ് ആയതുപോലെയുണ്ട്, റീകാളിങ്, അവൾ ഓർക്കുന്നത് പോലെയുണ്ട്, ഓർമ്മിച്ചെടുക്കുന്നത് പോലെയുണ്ട് വാഷർമാൻസിൻ്റെ മുഖം. വെയിറ്റിംഗ് ഫോർ ഹെർ, അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വാഷർമാൻ്റെ മുഖം ഇങ്ങനെ ഓർത്തിരിക്കുന്നത് പോലെയുണ്ട്. ഹെർ ഡൗൺ സ്റ്റേഴ്സ്, ഡൗൺ സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ താഴെ. ദെൻ ഷീ പിക്സ് അപ്പ് ദ ഡേർട്ടി ക്ലോത്ത്സ്, അവിടെ അലക്കാനുള്ള ഈ വൃത്തിഹീനമായി കിടക്കുന്ന വസ്ത്രങ്ങളൊക്കെ അവൾ പിക്ക് ചെയ്യുന്നു, എടുക്കുന്നു. ആൻഡ് സ്റ്റാർട്ട് സോർട്ടിങ് ദം, അതിനെങ്ങനെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്നു. ഷീ സേസ്, അവൾ പറയുന്നു, ഇൻ എ കാം ടോൺ, വളരെ ശാന്തമായ ഒരു ശബ്ദത്തിൽ പറയുന്നു. ഗോ റിനി, നീ പോയിട്ട് ടെൽ ഹിം, അവനോട് പറയാം, ഐ എം കമ്മിങ്, ഞാൻ വരുന്നു, ഞാൻ ഇപ്പോൾ വരുന്നു. ഐ എം ബ്രിങ്ങിങ് ദ ക്ലോത്ത്സ്, ഞാൻ വസ്ത്രങ്ങൾ ഇത് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. നൊമിത സ്പീക്സ് ഹെർ മൈൻഡ്. സ്പീക്ക് ഹെർ മൈൻഡ് എന്ന് പറഞ്ഞാൽ സ്പീക്ക് വൺസ് മൈൻഡ് അല്ലെങ്കിൽ സ്പീക്ക് ഹീസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈസൽ വെർബാണ്. അതായത് ഒരാളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഫ്രാങ്ക്ലി ആയിട്ട് തുറന്ന് പറയുന്നതിനാണ് സ്പീക്ക് വൺസ് മൈൻഡ് എന്ന് പറയുക. ഇനി ഒരുപാട് ഫ്രൈസൽ വെർബുകൾ വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ സ്പീക്ക് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻസ് ഫ്രാങ്ക്ലി, വളരെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്നതിനാണ് സ്പീക്ക് വൺസ് മൈൻഡ് എന്ന് പറയുക. സോ അങ്ങനെ അവൾ സംസാരിക്കുന്നു. സോ അപ്പോൾ നോ വൺ അറ്റാക്സ് ഹെർ ഔട്ട്റൈറ്റ്, അവൾ എന്ത് ചെയ്യുന്നില്ല, ആരും ആക്രമിക്കുന്നില്ല. ഔട്ട്റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊക്കെ പൂർണ്ണമായിട്ട് അവൾ ആരും ആക്രമിക്കുന്നില്ല. അവൾ എന്ത് ചെയ്യുന്നു, ഒക്കെ തുറന്ന് പറയാണ്. ഇപ്പോൾ ഭർത്താവിനോടൊക്കെ തുറന്ന് പറഞ്ഞു, അവൾ ആരും എന്ത് ചെയ്യുന്നില്ല, ആക്രമിക്കുന്നില്ല. ടു ഹെർ ഫേസ്, അവളുടെ മുഖത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, ദേ ഒൺലി പിഞ്ച് ഹെർ വിത്ത് ഷാർപ്പ് വേർഡ്സ്. ഈ ദേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൾ എന്താണ്, അടുക്കളയിലേക്ക് വന്നു, അല്ല ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവിടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, അവരുടെ ഭർത്താവിൻ്റെ സഹോദരന്മാരുടെ ഭാര്യമാരൊക്കെ ഉണ്ട് അവിടെ. ദേ ഒൺലി പിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, പിടിക്കുക എന്നാണ് അർത്ഥം. നമ്മളൊരു വിരൽ കൊണ്ട്, നമ്മുടെ ഒരു തമ്പ് ഫിംഗർ കൊണ്ട് ഒരു ഉപ്പിൻ്റെ പിഞ്ച് എടുക്കുക എന്ന് പറയില്ല, അതിനാണ് പിഞ്ച് പറയുക. പിഞ്ച് ഓഫ് സാൾട്ട്, അതായത് നമ്മുടെ തള്ളവിരൽ കൊണ്ടും അതുപോലെ നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ടും കൊണ്ട് ഒരു നുള്ളെടുക്കൂല, അതിനാണ് എന്ത് പറയുക, പിഞ്ച് ഓഫ് സാൾട്ട് എന്ന് പറയുക. ഇവിടെ പിഞ്ചോട് ഉദ്ദേശിക്കുന്നത് പിടിക്കുക, വിരൽ കൊണ്ട് പിടിക്കുക എന്നൊക്കെ അർത്ഥം. അതായത് ഇവിടെ പ്രയോഗം പോലെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദേ ഒൺലി പിഞ്ച് ഹെർ വിത്ത് ഷാർപ്പ് വേർഡ്സ്. അപ്പോൾ ഭാര്യൻ്റെ സഹോദരന്മാരുടെ ഭാര്യമാരൊക്കെ എന്ത് ചെയ്യാണ്, ഭർത്താവിൻ്റെ സഹോദരന്മാരുടെ ഭാര്യമാരൊക്കെ ഇവളെ എന്ത് ചെയ്യാണ്, കുറച്ച് ഷാർപ്പായ വേർഡ്സ്, വാക്കുകൾ കൊണ്ട് മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് നുള്ളാണ്. അല്ലെങ്കിൽ പിടിക്കുക, അതൊരു പ്രയോഗം പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹെർ സെക്കൻഡ് സിസ്റ്റർ-ഇൻ-ലോ, അവളുടെ രണ്ടാമത്തെ നാത്തൂന് ഈസ് ആൾമോസ്റ്റ് എക്സ്ഹോസ്റ്റഡ്, വളരെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. വിത്ത് വർക്ക് ദിസ് മോർണിംഗ്, വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ട് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ദിസ് മോർണിംഗ്, ഈ രാവിലെ. ആൻഡ് സീയിങ് ഹർ, അവളെ കണ്ടിട്ട് ഷീ പുട്സ്, ഇതെന്ത് ചെയ്യുന്നു, ഒരു എന്താ, ഷീ പുട്സ് എ ട്വിസ്റ്റഡ് സ്മൈൽ, ഒരു വളിഞ്ഞ ചിരിക്കുന്നു. ഓൺ ഹെർ സ്വെറ്റ് സ്ട്രീക്ക്ഡ് ഫൈസ്. സ്വെറ്റ് സ്ട്രീക്ക്ഡ് എന്ന് പറഞ്ഞാൽ, സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ വരകളുള്ള ഫേസ്, അതായത് സ്വെറ്റ് സ്ട്രീക്ക്ഡ് എന്ന് പറഞ്ഞാൽ വിയർപ്പിൻ്റെ വരകൾ ഇങ്ങനെ ഉണ്ട് മുഖത്ത്, ഇവിടെ അങ്ങനെ ഒരു വിയർത്തുക്കണം ആണ് സ്വെറ്റ് സ്ട്രീക്ക്ഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന്മേൽ അവൾ എന്ത് ചെയ്യുന്നു, ഒരു വളിഞ്ഞ ചിരിക്കുന്നു. അൻസൈസ് പറയുന്നു, വെൽ ദാറ്റ് സംതിങ്, അതൊരു ഒന്നാണ്, ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് യു ഫൈനലി ഓളെങ്ങനെ കളിയാക്കി പറയാണ്, നൊമിതയെ കളിയാക്കി പറയാണ്, ദാറ്റ് സംതിങ്, അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് യു ഫൈനലി ഡിസൈഡ്, നീ അവസാനം തീരുമാനിച്ചു കം ഡൗൺ, റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ, ഫ്രം അപ്സ്റ്റേഴ്സ്, മേലെന്ന് ഒരു തേർഡ് ഫ്ലോറിലാണുള്ളത്, അവിടുന്ന് താഴെ വരാനെങ്കിലും നീ തീരുമാനിച്ചല്ലോ, അത് നല്ല കാര്യം, ദാറ്റ് സംതിങ്, അതന്നെ ഒരു കാര്യമാണ്. ബാബ അപ്പോൾ നൊമിത അങ്ങോട്ട് തിരിച്ചു പറയാണ്, ദർ ഇസ് നോ ഗുഡ് ഓർ ബാഡ് ടൈം ഫോർ യു, എനിക്കെന്തില്ല, അല്ല ഇത് നൊമിതയോട് തന്നെ പറയാണ് കേട്ടോ, ദർ ഇസ് നോ ഗുഡ് ഓർ ബാഡ് ടൈം ഫോർ യു, നിനക്ക് നല്ല സമയം അല്ലെങ്കിൽ ബാഡ് ടൈം, മോശ സമയം എന്നുള്ളതൊന്നുമില്ല. ജി എന്ത് ചെയ്യുന്നു, യു ഫൈൻഡ് ദ സ്മാളസ്റ്റ് എക്സ്ക്യൂസ്, നീ നൊമിതയോട് തന്നെ പറയാണ്, നീ ഒരു ചെറിയ ഒരു എക്സ്ക്യൂസ് പോലും കണ്ടെത്തുന്നു, ടു ഗോ ടു യുവർ റൂം, നിൻ്റെ റൂമിലേക്ക് പോകാൻ. ആൻഡ് ഗെറ്റ് കോസി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈസൽ വെർബാണ്, അതായത് ഒരാളോട് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനാണ് ഗെറ്റ് കോസി. ഐ ആം ട്രൈയിങ് ടു ഗെറ്റ് കോസി വിത്ത് അഹമ്മദ്, അതിൻ്റെ അർത്ഥം ഞാൻ അഹമ്മദുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വിത്ത് ആബിദുമായിട്ട് ഞാൻ കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഗെറ്റ് കോസി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈസൽ വെർബാണ്. വിത്ത് യുവർ ഹസ്ബൻഡ്, ഹസ്ബൻഡുമായിട്ട് ഇനി കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഡസ് ദ ലൗഡ് ടാക്ക് നെവർ ഗെറ്റ് ഓൾഡ്, ഈ ഒരു പഞ്ചാര സംസാരം എന്ത് ചെയ്യുന്നില്ലേ, എന്നും നിർത്തുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് നൊമിതയോട്. നൊമിത ലുക്സ് അറൗണ്ട് വൺസ്, നൊമിത ചുറ്റൊന്ന് നോക്കുന്നു. ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ, ആ അന്തരീക്ഷത്തിലുള്ള അതിൻ്റെ ഒരു സെൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇവിടെ ഇപ്പം എന്താ നടക്കണമെന്നുള്ളൊരു സെൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. സീസ് ദ ഹേർലി ബേർലി ഓഫ് ദി മോർണിംഗ്. ഹേർലി ബേർലി എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ബിസി ആയിട്ട് ബഹളമുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട്, ഹേളി ബോളി, ബിസി ബോയ്സ്റ്ററസ് ആക്ടിവിറ്റി എന്നാണ്, അതായത് ഭയങ്കര തിരക്ക് പിടിച്ച ബഹളമുള്ള പ്രവർത്തനം. അപ്പോൾ അടുക്കളയിൽ രാവിലെ സമയത്ത് വലിയ ഫാമിലിയാണ്, എല്ലാവരും കൂടി ഫുഡ് കഴിക്കാണ്ട്, അപ്പോൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, അപ്പോൾ എല്ലാവരും കൂടി ബഹളവും ഒച്ചപ്പാടൊക്കെ ആയിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടാണ് ഹേളി ബേളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീസ് ദ ഹേളി ബേളി ഓഫ് ദി മോർണിംഗ്, ആ രാവിലത്തെ ഹേളി ബേളി, ഈ ഒരു തിരക്ക് പിടിച്ച ഈ ഒരു പ്രവർത്തനം കണ്ടുകൊണ്ട്. സീസ് ദ ഫോറസ്റ്റ് ഓഫ് ദി പീപ്പിൾ, ജനങ്ങളുടെ കാട് കണ്ടിട്ടാണ് ഒരുപാട് ആളുകളുണ്ട് ഇവരെ വീട്ടിൽ. ഓൺ എയ്തർ സൈഡ്, ഏതൊരു സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ ഉണ്ട്, അതായത് കുറേ ആളുകളുണ്ട്, ഇവരെ കുടുംബത്തിൽപ്പെട്ട ഒരാളുകളുണ്ട്. ഹെർ വോയിസ് മസ്റ്റ് നോട്ട് ട്രംബിൾ, അവളുടെ ശബ്ദം ചെയ്യുന്നില്ല, വിറക്കുന്നില്ല. സോ ഷീ ടു സ്മൈൽസ്, അവളും ചിരിക്കുന്നു. എ സ്മാൾ സ്മൈൽ, ചെറിയ ചിരി. ആൻഡ് സൈസ് പറയുന്നു, ഇൻ എക്സ്ട്രീംലി സോഫ്റ്റ് വോയിസ്, വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്മൂത്തായിട്ടുള്ള വോയിസിൽ പറയുന്നു, ഇറ്റ് ഈസ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഇതങ്ങനത്തെ
പഞ്ചാരവർത്തനമൊന്നുമില്ല. യു ഷുഡ് കം, നിങ്ങൾ വന്നിട്ട് ആൻഡ് പീക്ക് ഇൻ സം ടൈം, എപ്പോഴെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഒളിഞ്ഞു നോക്കണം, എത്തി നോക്കണം കേട്ടോ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്തല്ല പഞ്ചാര സംസാരമൊന്നുമില്ല. പീക്ക് PEK PEE പീക്ക് പീപ്പ് രണ്ടും ഒരേ അർത്ഥമാണ്. എത്തി നോക്കുക, ഒളിഞ്ഞു നോക്കുക എന്നർത്ഥം കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ വന്ന് ഒളിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തല്ല പഞ്ചാര വർത്തനമൊന്നുമില്ല. അവർ ടോക്ക് ഈസ് ഓൾ ആംഗ്രി ടോക്ക്, ഞങ്ങളുടെ സംസാരങ്ങളെല്ലാം ഈ ദേഷ്യം പിടിച്ച സംസാരങ്ങളാണ്. ഡു യു നോ, നിങ്ങൾക്ക് അറിയില്ല ചോദിച്ചു. അപ്പോൾ മെജോ വൈഫ് രണ്ടാമത്തെ ഭർത്താവിൻ്റെ രണ്ടാമത്തെ സഹോദരന്, സെക്കൻഡ് ഓൾഡസ്റ്റ് ബ്രദേഴ്സിൻ്റെ വൈഫാണ് മെജോ വൈഫ്. മെജോ വൈഫ് എന്ത് ചെയ്യുന്നു, ലോഫ്സ് എന്നാണ് ചിരിക്കുന്നു. ആൻസേഴ്സ് പറയുന്നു സ്റ്റോപ്പ് ഇറ്റ്, നോ വൈഫ് നിർത്തുകയായിരുന്നു. നോ വൈഫ് പറഞ്ഞാൽ ചെറിയ ഫോർത്ത് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫാണ് ആര്, നമ്മളെ നൊമിതയെ വിളിക്കുന്നത് നോ വൈഫ് എന്നാണ്. നിർത്തൂ എന്ന് പറഞ്ഞു. നോ വൈഫ് ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പിയസ് സ്പിനിച്ച്. ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പിയസ് സ്പിനിച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗമാണ്. അതായത് ഫോർബിഡൻ ഫിഷ് എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട വിലങ്ങിയ മത്സ്യത്തെ കവറപ്പ്, അതിനെ മൂടാൻ ശ്രമിക്കരുത്. വിത്ത് യുവർ പിയസ്, നിൻ്റെ പരിശുദ്ധമായ സ്പിനിച്ച് എന്ന് പറഞ്ഞാൽ ചീര, നമ്മളെ സാധാ ചീരക്കാണ് സ്പിനിച്ച് എന്ന് പറയാം. നിൻ്റെ പരിശുദ്ധമായ ചീര കൊണ്ട് നിരോധിക്കപ്പെട്ട മത്സ്യത്തെ മൂടാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞാൽ എന്താണുള്ളതെന്ന് നമുക്കറിയാം. ഇതെന്ത് ചെയ്യണ്ട, അതിനെ മൂടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട, അതൊക്കെ നമുക്കറിയാം. അതിന് നമ്മൾ പറയില്ലേ, ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ എന്താ സംഭവം എന്നുള്ളതൊക്കെ എനിക്കറിയാം, ഇത് വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, അതിനെ മൂടാൻ വേണ്ടി ശ്രമിക്കണ്ട. അതിനുപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പിയർ സ്പിനിച്ച് അല്ലേ, സ്പിനിച്ച് എന്നാണ് വായിക്കുക. വി ഹാവ് ബീൻ റൈസ്ഡ് ഓൺ ഡോങ്കി ഗ്രാസ്, ഞങ്ങൾ കൈതപ്പുല്ലിൻ്റെ മേൽ കൈതപ്പുല്ല് തിന്ന് വളർന്നവരല്ല എന്നാണ് പറയുന്നത്. വി ഹാവ് ബീൻ റൈസ്ഡ് ഓൺ ഡോങ്കി ഗ്രാസ്, ഞങ്ങൾ കൈതപ്പുല്ലിൻ്റെ മേൽ വളർത്തപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൈതപ്പുല്ല് തിന്ന് വളർന്നവരല്ല. അവിടെ റൈസ് എന്ന് പറഞ്ഞാൽ വളർത്തുക എന്ന അർത്ഥത്തിലാണ്. വൈ ഡു വി നീഡ് ടു സ്പീക്ക് ഇൻ, ഞങ്ങൾ എന്തിനാണ് അവിടെ പോയിട്ട് എത്തി നോക്കേണ്ട ആവശ്യം. വാട്ട് ആർ യു ഷോയിങ് അസ് റൈറ്റ്, എന്താണ് ഞങ്ങളെ കാണിക്കുന്നത്, റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ്, ഞങ്ങളെ കണ്ണുമുമ്പിൽ നീ എന്താണ് ഞങ്ങളവിടെ കാണിക്കുന്നത്. 24 hours a day, ഒരു ദിവസം 24 മണിക്കൂർ റൂമിലാണല്ലോ, അവിടെ ഞങ്ങൾ എത്തി നോക്കി, ഞങ്ങൾ എന്തിനാണ് എത്തി നോക്കിയിട്ട് ഞങ്ങൾ എന്താ കാണിക്കാൻ പോണേ. വിത്ത് എ ലോഫ് എ ലോഫ് ദാറ്റ് ക്യാൻ ബ്രിങ് ആൻ അട്രാക്റ്റീവ് ഫ്ലഷ് ടു എ വൈറ്റ് ഫേസ്. നമിത ഒരു ചിരി ചിരിക്കുന്നു. ദാറ്റ് ക്യാൻ ബ്രിങ്, അതിനെന്ത് ചെയ്യും, ആ ഒരു ചിരിക്ക് കൊണ്ടുവരാൻ സാധിക്കും, അതായത് ആ ചിരി ഉണ്ടാക്കുന്ന അർത്ഥം. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ മുഖക്കാന്തി, മുഖത്തിനൊരു അട്രാക്റ്റീവ്നെസ്, അതാണ് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ഒരു അട്രാക്റ്റീവ് ഫ്ലഷ്, ഒരു നല്ല ആകർഷിപ്പിക്കുന്ന ഒരു മുഖക്കാന്തി ഉണ്ടാക്കാൻ കഴിയും. ടു എ വൈറ്റ് ഫ്ലേസ്, അവരുടെ വെളുത്ത് തൊടുത്ത അവളുടെ മുഖത്തിന്. ആഫ്റ്റർ ലോഫിങ് ദാറ്റ് ലോഫ്, ആ ഒരു ചിരിച്ചുകൊണ്ട് ഷീസീസ് അവൾ പറയുന്നു ഗോ ഓൺ, നിങ്ങളിങ്ങനെ തുടരും, പണിയൊക്കെ നടക്കട്ടെ. യു സേ ദ നോട്ടിയസ് തിങ്സ്, നിങ്ങൾ ഭയങ്കര തമാശയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പറയണത് എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ വിഷയം മാറ്റിയാണ്. ദ ബിസി ബോറോ വൈഫ് റൺസ് അപ്പ്. ബോറോ വൈഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂത്ത എൽഡസ്റ്റ് ബ്രദേഴ്സിൻ്റെ വൈഫ്, ഏറ്റവും മൂത്ത ബ്രദറിൻ്റെ വൈഫ് റൺസപ്പ്. റൺസപ്പ് എന്നുള്ളത് എന്താണ്, ഒരു ഫ്രൈസൽ വെർബാണ്. അതായത് കടം കൊടുക്കുക എന്ന് അർത്ഥമുണ്ട്. പിന്നെ ഒരു കാര്യം എന്ത് ചെയ്യുക, പെട്ടെന്ന് നടത്തുക, പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒരു കാര്യം നടത്തുക, ഒരു കാര്യത്തിൽ പെട്ടെന്ന് നടത്തുക, ഒരു കാര്യം ഇങ്ങനെ പെട്ടെന്ന് നടത്തുന്നതിന് റൺസപ്പ് എന്ന് പറയും. അപ്പോൾ ഇവിടെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ബിസി ആയിട്ട് ബോറോ വൈഫ് എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇടപെടുന്നു. എന്ത്, ഹാവ് യു ചോപ്പ്ഡ് ദ വെജിറ്റബിൾ സെറ്റ്, നീ ഇപ്പോഴും വെജിറ്റബിൾസ് എന്ത് ചെയ്തില്ലേ, മുറിച്ചില്ലേ, ചോപ്പ് എന്ന് പറഞ്ഞാൽ കഷ്ണിച്ചില്ലേ. ഓർ ആർ യു ജസ്റ്റ് ടെല്ലിങ് സ്റ്റോറീസ്, ഇവിടെ നിന്ന് കഥ പറയാണോ, ഇവളോട് പറയാണ്, നമിതയോട് പറയും, ഇവിടെ നിന്ന് കഥ പറയാണോ. ആൻഡ് സഡൻലി ഷി സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. വാട്ട് ഈസ് ദാറ്റ്, എന്താ ഇത്, വാട്ട് ഈസ് ദിസ് അൺലക്കി തിങ് നോ വൈഫ്, എന്താണ് ഇത്, വളരെ അൺലക്കി ആയിട്ടുള്ള സാധനമാണല്ലോ. ഹൗ ഡിഡ് യു ബേൺ യുവർ ആഞ്ചൽ ദാറ്റ് വേ, അതായത് ബോറോ വൈഫ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവളുടെ സാരിയുടെ വസ്ത്രത്തുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, കത്തിയത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൾ നിർത്തിയാണ്ട് ചോദിക്കുകയാണ്, ഇതെന്താണ്, വാട്ട് ഈസ് ദിസ് അൺലക്കി തിങ്, ഇതെന്താണ് നിർഭാഗ്യമായൊരു സാധനം. നോ വൈഫേ ഹൗ ഡിഡ് യു ബേൺ യുവർ ആഞ്ചൽ ദാറ്റ് വേ, എങ്ങനെയാണ് നീ നിൻ്റെ സാരിത്തുമ്പ് കത്തിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. അത് കണ്ടുവരും, ഇവൾ കണ്ടു, ബോറോ വൈഫ് കണ്ടു. അപ്പോൾ നമിത ടു സ്റ്റാർട്ട്സ്, നമിത എന്ത് ചെയ്യുന്നു, തുടങ്ങുന്നു. അതായത് ബട്ട് ഓൺലി ഫോർ എ മൊമെൻറ്റ്, കുറച്ച് നേരത്തേക്ക് അവൾ പണി തുടങ്ങുന്നു അർത്ഥം. നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ്, അടുത്ത നിമിഷത്തിൽ ഷി ഫോൾസ് ദ ആഞ്ചൽ, അവൾ എന്ത് ചെയ്യുന്നു, ആ സാരിത്തുമ്പ് മടക്കുന്നു. ബാക്ക് ക്വിക്കലി,
പിറകിലേക്ക് മടക്കി വെക്കുന്നു. ആൻഡ് സെയ്സ് പറയുന്നു ലോഫിങ് ചിരിച്ചുകൊണ്ട്, ഡോണ്ട് റിമൈൻഡ് മീ, അതെന്നെ ഓർമ്മിപ്പിക്കരുത്. ഇറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് യു കീപ് വാണിങ് മീ അബൌട്ട്. അത് നിങ്ങൾ എന്നെ വാണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അറിയും. ഇറ്റ് ഈസ് എക്സാക്ട്ലി അത് കൃത്യമായിട്ടും ഒന്നാണ് യു കീപ് വാണിങ് മീ, അത് നിങ്ങൾ എന്നെ വാൺ ചെയ്തുകൊണ്ടിരിക്കുന്നു അബൌട്ട് അതിനെക്കുറിച്ച്. ഐ ഡിഡ്ന്റ് ലിസൺ, ഞാൻ ശ്രദ്ധിച്ചില്ല. ആൻഡ് സീ വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചതെന്നതും കണ്ടില്ല. ഐ യൂസ്ഡ് ടു മൈ ആൻറ്റൽ, ഞാൻ എൻ്റെ സാരിത്തുമ്പ് ഉപയോഗിച്ചു. ടു ലിഫ്റ്റ് എ ഹോട്ട് പോട്ട് ഓഫ് വാട്ടർ ഓഫ് ദി സ്റ്റൗവിൽ നിന്ന് നല്ല തിളച്ച വെള്ളത്തിലുള്ള കല ഉയർത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. ആൻഡ് ദാറ്റ് ഡിഡ് ഇറ്റ്, അങ്ങനെയാണ് സാരിത്തുമ്പിൻ്റെ ആഞ്ചൽ എന്ത് ചെയ്ത് കത്തിയത്. ആഞ്ചൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഹിന്ദി വേർഡാണ്, ഇതിൻ്റെ അർത്ഥം സാരിത്തുമ്പ്. നൊമിത പുൾസ് ദി ബാസ്ക്കറ്റ് ഓഫ് പൊട്ടാറ്റോസ്, ഉരുളൻകിഴങ്ങിൻ്റെ ബാസ്ക്കറ്റ് എന്ത് ചെയ്യുന്നു, വലിക്കുന്നു. ടുവാർഡ്സ് ഹെർസെൽഫ്, അവൾക്ക് നേരെ. ആൻഡ് സിറ്റ്സ് ഡൗൺ ടു പീൽ പൊട്ടാറ്റോസ്, പൊട്ടാറ്റോകളുടെ തൊലി ഊരാൻ വേണ്ടിയിട്ട്. പീൽ എന്ന് പറഞ്ഞാൽ തൊലി ഊരാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യുന്നു, ഇരിക്കുന്നു. ആൻഡ് ഹെർ മൈൻഡ്, അവളുടെ മനസ്സിൽ, ഷീ കീപ്സ് തിങ്കിങ് അബൌട്ട് ഹൗ ഷീ മൈറ്റ് ബി ആബിൾ, അവൾ എങ്ങനെയാണ് അവൾക്ക് കഴിയുമെന്നതിനെ കുറിച്ച് അവൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സീക്രട്ടലി, വളരെ സീക്രട്ടായിട്ട് അവൾക്ക് എങ്ങനെയാണ് കഴിയുക. ടു സെൻഡ് ഹെർ മദർ എ ഫ്യൂ റുപ്പീസ്, അവളുടെ അമ്മക്ക് കുറച്ച് പൈസ എങ്ങനെയാണ് സീക്രട്ടായിട്ട് അയക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് അവൾ എന്ത് ചെയ്യാണ്, ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഷീ ക്യാൻ റിയലി റൈറ്റ് ടു ഹെർ, അവൾക്ക് യഥാർത്ഥത്തിൽ എഴുതാൻ സാധിക്കില്ല. എൻ്റെ അമ്മയ്ക്ക് എഴുതാൻ സാധിക്കില്ല. ഐ ക്യാൻ ഡു എനിമോർ, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അമ്മേ. ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ, എന്നിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് അവൾ എഴുതുന്നു കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. അതെന്തെയില്ല, അവൾക്ക് അവളുടെ അമ്മയ്ക്ക് എഴുതാൻ കഴിയില്ല. ഓവർ ദെയർ, അവിടെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥലത്ത്, ഇനിയിപ്പോൾ അവിടേക്ക് പോകണം. ഓവർ ദെയർ, അതായത് ഓവർ ദെയർ എന്നുള്ളത് നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം, വേറെ സ്ഥലത്തുള്ള കാര്യം പറയുമ്പോൾ ഓവർ ദെയർ അവിടെ. ദ എൻ്റയർ വില്ലേജ്, അത് അമ്മയുടെ നാട്ടിൽ ദ എൻ്റയർ വില്ലേജ് നോസ്, ആ നാട് മുഴുവനും, ആ ഒരു വില്ലേജ് മുഴുവനും നോസ് അറിയാം. നമിത ഈസ് കീൻ, നമിത എന്താണ്, ഒരു രാജ്ഞിയാണെന്നറിയാം. നമിതാസ് ഹസ്ബൻഡ് ഈസ് ഹൈ മൈൻഡഡ്, നമിതയുടെ ഭർത്താവ് എന്താണ്, ലാർജ് ഹാർട്ടഡ് ആൻഡ് ഹൈ മൈൻഡഡ്, വിശാല മനസ്കയാണ്, നന്നായിട്ട് കൊടുക്കുന്ന ആളാണ്, നന്നായിട്ട് പൈസ ഉള്ള ആളാണ് എന്നൊക്കെ ദിസ് ഈസ് പ്രിസൈസ്ലി വാട്ട് ഐ കമ്പയർ വുമൺ ടു മാച്ച് ബോക്സസ്. പ്രിസൈസ്ലി എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിട്ട്, ആമുഖമായിട്ട് എന്നൊക്കെ അർത്ഥം. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ പ്രിഫൈസ്, ആമുഖമായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വളരെ ആമുഖമായിട്ട് അല്ലെങ്കിൽ ചുരുക്കമായിട്ട് ഞാൻ ഇതുകൊണ്ടാണ് പ്രിസൈസ്ലി ഞാൻ ആമുഖമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നത് വിമിൻ സ്ത്രീകളെ ടു മാച്ച് ബോക്സസ്, തീപ്പെട്ടികളുമായിട്ട്. ദിസ് ഈസ് പ്രിസൈസ്ലി, ഇതാണ് ഞാൻ ആമുഖമായിട്ട് വൈ ഐ കമ്പയർ, ഞാൻ ഉപമിക്കുന്നത്, കമ്പയർ ചെയ്യുന്നത്, ഞാൻ താരതമ്യം ചെയ്യുന്ന വിമൻ സ്ത്രീകളെ ടു മാച്ച് ബോക്സസ്, തീപ്പെട്ടികളുമായിട്ട്. ഈവൻ വെൻ ദേ ഹാവ് ദ മെറ്റീരിയൽസ് വിത്തിൻ ദെൻസെൽവ്സ് ടു സെറ്റ് ഓഫ് മെനി റൈജിങ് ഫയേഴ്സ്. ഈവൻ വെൻ ദേ ഹാവ് ദ മെറ്റീരിയൽസ്, അവർക്ക് വസ്തുക്കൾ ഉണ്ടായിട്ടും വിത്തിൻ ദംസെൽവ്സ്, അവർക്കുള്ളിൽ തന്നെ, ടു സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാലേ, സെറ്റ് ഓഫ് ഒരു ഫ്രൈസൽ വെർബാണ്. യാത്ര തിരിക്കുക എന്നാണ് അർത്ഥം. ഇപ്പോൾ ഹജ്ജ് പിലിഗ്രിം സെറ്റ് ഓഫ് ഫ്രം മെക്ക എന്ന് പറഞ്ഞാൽ അവർ മക്കയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, യാത്ര തിരിക്കുന്നു. ഫ്രം അറേബ്യ യാത്ര തിരിക്കുന്നു, സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ. പക്ഷെ വേറെ അർത്ഥമുണ്ട്, തീക്ഷ്ണമാക്കുക എന്നർത്ഥമുണ്ട്. നല്ല തീക്ഷ്ണമാക്കുക, നല്ല ഉഗ്രമാക്കുക എന്നർത്ഥമുണ്ട്. ടു സെറ്റ് ഓഫ് മെനി റൈജിങ് ഫയേഴ്സ്, റൈജിങ് എന്ന് പറഞ്ഞാൽ ഉഗ്രമായ തീകളെ അവർക്ക് തീക്ഷ്ണമാക്കാൻ അവർക്കുള്ളിൽ തന്നെ മെറ്റീരിയൽസ് ഉണ്ടായിട്ട് പോലും സ്ത്രീകൾ എന്ത് ചെയ്യുന്നില്ല, ദേ നെവർ ഫ്ലൈ അപ്പ് ആൻഡ് ബേൺ അവേ ദ മാസ്ക് ഓഫ് മെൻസ് ഹൈ മൈൻഡഡ്നെസ്. പുരുഷന്മാരുടെ ഉന്നത ചിന്ത, അവരാണ് ഉന്നതരാണെന്നുള്ള ആ ഒരു ചിന്ത, ഹൈ മൈൻഡഡ്നെസ്സിൻ്റെ മുഖമൂടിയെ കത്തിച്ചു കളയാനും, അതിനെ ഫ്ലയറപ്പ് എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയാനും ചെയ്യുന്നില്ല. അവർ കത്തിച്ച് കളയുന്നില്ല. ദെൻ നെവർ ഫ്ലയർ അപ്പ് ആൻഡ് ബേൺ അവേ. അവർ സ്ത്രീകൾക്ക് ഇത്ര കഴിവുകളുണ്ടായിട്ടും പുരുഷന്മാരുടെ അവരാണ് ഏറ്റവും ഹൈ മൈൻഡഡ് ആയ ആളുകൾ എന്നുള്ള ചിന്ത പുരുഷന്മാർക്കുണ്ട്. അതിനെ കത്തിച്ച് കളയാനുള്ള മെറ്റീരിയൽസ് സ്ത്രീകൾക്കുള്ളിലുണ്ടായിട്ടും അവരെന്ത് ചെയ്യുന്നില്ല, ആ പുരുഷന്മാരുടെ അവരെ ഉന്നതരാണ് എന്നുള്ള ആ ഒരു മുഖമൂടിയെ കത്തിച്ച് കളയുന്നില്ല. ദെയർ ലാർജ് ഹാർട്ടഡ്നെസ്, അവരുടെ വിശാല മനസ്കതയെ എന്ത് ചെയ്യുന്നില്ല, കത്തിച്ച് കളയുന്നില്ല. ഞങ്ങളും വിശാല മനസ്കരാണ്, ഞങ്ങൾക്കും അങ്ങനെ ഒരു ഹൃദയമുണ്ട്, മൈൻഡുണ്ട്, തോട്ടുണ്ട്, ഹാർട്ടുണ്ടെന്ന് പറയാൻ സ്ത്രീകൾ തയ്യാറാവുന്നില്ല. നമ്മൾ ആശാപൂർണ്ണദേവി പറയാം കേട്ടോ, കഥയുടെ അവസാനം പറയാണ്. ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥാകൃത്ത്. ദേ ഡോണ്ട് ബേൺ അവേ ദെയർ ഓൺ കളർഫുൾ ഷെൽസ്.
അവർ തന്നെ ദേ ഡോണ്ട് ബേൺ അവേ, അവർ കത്തിച്ചു കളയുന്നില്ല. ദെയർ ഓൺ, അവരുടെ തന്നെ കളർഫുൾ, വ്യത്യസ്ത നിറങ്ങളിലുള്ള ഷെൽസ് എന്ന് പറഞ്ഞാൽ പുറന്തോടിന് അവരെ ഷെൽ, ഫിഷ് ഷെൽ എന്ന് പറയില്ല, പുറന്തോട്. അപ്പോൾ അതന്നെ അവരെന്ത് ചെയ്യുന്നില്ല, അവരങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ്. ദ വോണ്ട് ബേൺ ദം, ആ ഷെൽസിനെ അവരെന്ത് ചെയ്യുന്നില്ല, അവർ കത്തിക്കുന്നില്ല. ദ മെൻ നോ ദിസ് ടു, പുരുഷന്മാർക്കും ഇതറിയാം അവർ കത്തിക്കൂല എന്നുള്ളത്. ദാറ്റ്സ് വൈ ദേ ലീവ് ദം സ്കാറ്റേഡ് സോ കെയർലെസ്ലി ഇൻ ദ കിച്ചൺ. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ദേ ലീവ് ദം, പുരുഷന്മാർ സ്ത്രീകൾ ഉപേക്ഷിക്കുന്നത് സ്കാറ്റേഡ്, ഇങ്ങനെ സ്കാറ്റേഡായിട്ട് ഇങ്ങനെ പരന്നതായിട്ട്, സോ കെയർലെസ്ലി നന്നായിട്ട് ശ്രദ്ധിക്കാതെ തന്നെ, ഇൻ ദ കിച്ചണിൽ, ഇൻ ദ പാൻട്രി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം, പാൻട്രി കിച്ചൺ പോലത്തെ സ്ഥലം തന്നെ, ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഇൻ ദ ബെഡ്റൂമിലൊക്കെ ആയിട്ട് ഇങ്ങനെ അവരെ ഒതുക്കുന്നത്, ഇവിടെ ആയിട്ടും അവിടെ ആയിട്ടും, ഇനി ഇവരെല്ലായിടത്തും, ലോകത്ത് മുഴുവനും പുരുഷന്മാർ സ്ത്രീകൾ. ഇതുകൊണ്ടാണ് സ്ത്രീകൾ അവർക്കുള്ളിലെ ആ ഒരു തീ പടരുന്ന ആ ഒരു ഉഗ്രമായ സ്വഭാവം എടുത്തുകൊണ്ട് പുരുഷന്മാരുടെ അവരാണ് ഏറ്റവും വിശാല മനസ്കരി എന്നുള്ള മുഖംമൂടി കത്തിച്ചു കളയാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് പുരുഷന്മാർ സ്ത്രീകളെ ഇങ്ങനെ ചെയ്യുന്നത്. ക്വൈറ്റ് വിത്തൗട്ട് ഫിയർ, ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും വിത്തൗട്ട് ഫിയർ, പേടിയില്ലാതെ. ദേ പുട്ട് ദം ഇൻ ദെയർ പോക്കറ്റ്സ്, ദേ പുട്ട് ദം, പുരുഷന്മാർ സ്ത്രീകളെ ഇടുന്നു ഇൻ ദെയർ പോക്കറ്റ്സ്, പോക്കറ്റിലാക്കാന്ന് പറയില്ലേ, ദേ പുട്ട് ദം ഇൻ ദെയർ പോക്കറ്റ്സ്, പുരുഷന്മാർ സ്ത്രീകളെ പോക്കറ്റിലാക്കുന്നു. ട്രാൻസ്ലേറ്റഡ് ഫ്രം ബംഗാളി ബൈ പ്രസഞ്ജിത്ത് ഗുപ്ത. നമ്മൾ ആശാപൂർണ ദേവിയുടെ കഥ ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് പ്രസഞ്ജിത്ത് ഗുപ്തയാണ്. പിന്നെ ആശാപൂർണ ദേവി എന്ന് പറഞ്ഞാൽ 1909 മുതൽ 1995 വരെ ജീവിച്ച ഒരു എഴുത്തുകാരിയാണ്. ഇസ് എ പ്രൊമിനൻറ്റ് ബംഗാളി നോവലിസ്റ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു ബംഗാളി നോവലിസ്റ്റാണ്, പോയറ്റാണ്. വൈഡ്ലി ഹോണർ വിത്ത് നമ്പർ ഓഫ് പ്രൈസസ് ആൻഡ് അവാർഡ്, ഒരുപാട് പ്രൈസുകളും അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. ഷി വാസ് അവാർഡ് ജ്ഞാനപീഠ് അവാർഡ്, ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ട്. ആൻഡ് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1976. ആൻഡ് ദ ഡിഗ്രി ഓഫ് ഡിലിറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരാളുടെ ഒരുപാട് പബ്ലിഷ്ഡ് വർക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഡിലിറ്റ് എന്ന്. ബൈ യൂണിവേഴ്സിറ്റീസ് ഓഫ് ജബൽപൂർ, രവീന്ദ്ര ഭാരതി, ബുർദ്വാൻ ആൻഡ് ജാദവ്പൂർ, ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലിറ്റ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഫോർ കോൺട്രിബ്യൂഷൻ ആസ് എ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ദ സാഹിത്യ അക്കാദമി കോൺഫേർഡ് ഇറ്റ്സ് ഹയസ്റ്റ് ഹോണർ, ദ ഫെലോഷിപ്പ് 1994. അവരുടെ ഈ ഒരു നോവലിസ്റ്റായിട്ടും ഷോർട്ട് സ്റ്റോറി റൈറ്ററായിട്ടുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ സാഹിത്യ അക്കാദമി ചെയ്തിട്ടുണ്ട്, ഫെലോഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഷോർട്ട് സ്റ്റോറി ഇസ് ട്രാൻസ്ലേറ്റഡ് ഫോർ ബംഗാളി ബൈ പ്രസഞ്ജിത്ത് ഗുപ്ത, എ ട്രാൻസ്ലേറ്റർ ആൻഡ് റൈറ്റർ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.